മുംബൈയിലെ പ്രശസ്തനായ വാദ്യഗുരു അനിൽ പൊതുവാൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വിനയ് മേനോൻ, രണ്ടുപേരും ചെർപ്പുളശ്ശേരിക്കാരാണ്. ഇക്കഴിഞ്ഞ ദിവസം 12 പേർ വാദ്യമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. എന്തു തോന്നുന്നു, ശിഷ്യനായ ഒരാളുടെ കീഴിൽ 12 പേർ മുംബൈയിൽ അരങ്ങേറ്റം കുറിക്കാന്ന് വെച്ചാൽ? ഇതിലും വലിയ അഭിമാനം വേറെ എന്താ ഉള്ളത്? നമ്മൾ പഠിപ്പിച്ചെടുത്ത് ബോംബെയിൽ ജനിച്ച് വളർന്ന പയ്യനാണ് വിനയ്. നാടായിട്ടൊരു ബന്ധമില്ല, കുട്ടി കണ്ടിട്ടുണ്ടേ കേട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിലേക്ക് പഠിപ്പിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ഇത് 2ാമത്തെ ബാച്ചാണ് ഇപ്പോൾ. വിനയ് മുംബൈ ജനിച്ചു വളർന്നതാണല്ലേ? മുംബൈ ജനിച്ചാണ് അദ്ദേഹം. തായ്മയിലും അതെ മേളത്തിലും ഒക്കെ മിടുക്കനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 2ാമത്തെ ബാച്ച് കുട്ടികളെ പറഞ്ഞാൽ ഇതിലും വലിയ അഭിമാനം ഒരു ഗുരുനാഥനും കിട്ടില്ല. വനിതകളും കുട്ടികളും നടക്കുന്ന 12 പേരല്ലേ? ഖാർഗർ കേരള സമാജത്തിന് കീഴിൽ നടക്കുന്ന ഒരു ചെണ്ട ക്ലാസ് ആണ്. ഇപ്പോൾ അനിൽ ആശാന്റെ ശിഷ്യനാണ് ഞാൻ. അപ്പോൾ അനിൽ ആശാൻ ഞങ്ങൾക്ക് മേളം, തായമ്പക ഇതെല്ലാം പഠിപ്പിക്കുന്ന കൂട്ടത്തില് ഒരു സംസ്കാരമാണ് പകർന്നത്. അപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയും അതല്ലാതെയും പറഞ്ഞൊരു കാര്യമാണ്, കലയാണ് എന്നും കലാകാരനെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു അടുത്തൊരു തലമുറയും ഇങ്ങനെ ചെണ്ടവാദ്യ കല പഠിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഓരോരുത്തരും അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്, അനിലേട്ടന്റെ ശിഷ്യന്മാരെ എന്ന നിലയിലേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് അവിടെ തുടങ്ങുകയും അവരെങ്ങനെ എന്നാ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു തുടങ്ങിയതാണ് ഇങ്ങനൊരു ക്ലാസ്. ഇതിലിപ്പോ 10 പേര് മേളവും 2 പേര് സിംഗിൾ തായമ്പകയായിട്ട്. അനിൽ എന്തെങ്കിലും വിചാരിച്ചു ഇത്ര വലിയൊരു ശിഷ്യ സമ്പത്ത് മുംബൈയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്? ഒരിക്കലും വിചാരിക്കാത്തതാണ്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ശിഷ്യന്മാരാണ്. അതിൽ വളരെ വൈകാരികമാകുന്നുണ്ടല്ലേ? ശരിക്കും സത്യമായിട്ടും ശരിക്കും പറഞ്ഞാൽ എനിക്കും അഭിമാനം തോന്നാറുണ്ട് പലപ്പോഴും. താങ്കളുടെ ഒരു ശിഷ്യ സമ്പത്ത് എന്ന് വെച്ചാൽ എന്തിനും മുന്നിൽ കൂടെ നിൽക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം പിള്ളേർ അല്ല, അത് ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ. അവർക്ക് ഇപ്പോൾ വിനയ് പറഞ്ഞ മാതിരി ഒരു സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കും. കാരണം നമ്മൾ മറന്നു പോയിക്കൊണ്ടിരിക്കണം. കേരളത്തിൽ ഇപ്പോൾ സത്യം എല്ലാം ഉണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ഒരു സംസ്കാരം മറന്നു പോകും. ഇവിടെ ഒരു സംസ്കാരം പഠിപ്പിക്കാൻ പറ്റി എനിക്ക്. ഞാൻ ഇപ്പോൾ കൊട്ട് മാത്രമല്ല, എഴുത്തും എല്ലാം ഉണ്ട്. എല്ലാറ്റിനും ഈ കുട്ടികളും ഒപ്പം നിൽക്കും. എന്താ പറയുക, ഒരു കുടുംബമാണ്. എനിക്ക് തോന്നുന്നു ഇത്തരം കലകൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിലും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അച്ചടക്കം. തീർച്ചയായിട്ടും അവര് സ്വയം അവരെന്നെ അത് കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം. അവരെന്നെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതും അവരുടെ ശിഷ്യന്മാരും വരും. അതാണ് എൻ്റെ പ്രാർത്ഥന. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാദ്യമേളത്തോട് ഒരു അഭിരുചി ഉണ്ടാവാൻ? ഇപ്പോ ഞാൻ ചെർപ്പുളശ്ശേരി എന്നാണ് എൻ്റെ പാരന്റൽ സ്ഥലം. ചെർപ്പുളശ്ശേരിയാണ്. അവിടെ ഞങ്ങളുടെ തറവാട്ടില് ഈ ആറന്മുന്നത്തെ കാവിന്റെ അടുത്താണ് തറവാട് വരുന്നത്. ആ തറവാട്ടിൽ നിന്ന് കാവിലേക്കുള്ള വേലയൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ പാന, ഈ അങ്ങനത്തെ പൂജകളൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത്. അത് മെയ് മാസത്തെ ഉണ്ടാവുക. ഞങ്ങൾക്ക് ലീവുള്ള, കുട്ടിക്കാലത്തിന് ലീവുള്ള സമയത്ത് അത് ഉണ്ടാവാറുള്ളത്. അപ്പൊ വീട്ടിൽ തന്നെ തായമ്പക, പഞ്ചവാദ്യം, വെളിച്ചപ്പാടിന്റെ നൃത്തം, ഈ വേലയ്ക്കുള്ള മേളകമ്പടി ഇതെല്ലാം കണ്ടു വളർന്നതാണ്. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ ഈ ഒരു കലയോട് വലിയൊരു എന്തെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ പഠിക്കണം എന്ന് മാത്രമേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് പഠിക്കാൻ ഇത്രയും അനിലിനെ പോലെ ഒരു ആശാന് കിട്ടിയതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അനിൽ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരാൻ കാരണം? ഇനിയിപ്പോ ഇദ്ദേഹം പറഞ്ഞതിന് ഞാൻ കണ്ടിന്യൂഷൻ പറയാം. ഇദ്ദേഹം ജനിക്കണതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ വീട്ടില് ഈ പാനപ്പുറപ്പാടിന് ഇതിനൊക്കെ ഞാൻ കൊട്ടം പോയിട്ടുണ്ട്. അങ്ങനെയും കൂടി ഒരു ഇതുണ്ട്, ഒരു ബന്ധമുണ്ടെന്ന് അർത്ഥം. അന്ന് ആലിപ്പറമേശ്വരം പുള്ളുകളുടെ ഒക്കെ കൂടെയാണ്. അന്ന് ഇദ്ദേഹം ജനിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. ആ കാലത്ത് ഞാൻ ഇദ്ദേഹത്തിന്റെ തറവാട്ടിൽ കൊട്ടാൻ പോയി. വലിയ പൂരങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടോ? കുറെ കമ്മിയാണ്. കാരണം 20-21 വയസ്സിൽ ഞാൻ ബോംബെക്ക് എത്തി. ബോംബെ വന്നിട്ട് ജോലിക്ക് തേടി വന്നതാണോ? ജോലിയും ഇപ്പോഴും ജോലി കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് ഒരു പാഷൻ. അതെന്തോ ദൈവം സഹായിച്ചിട്ട്. ഇത് മാത്രല്ല കുറെ എഴുതാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഏത് ആഘോഷങ്ങളിലും അനിൽജിയുടെയും ശിഷ്യന്മാരുടെയും ഒരു സാന്നിധ്യം ഉണ്ടാവാറുണ്ട് എപ്പോഴും. അപ്പോൾ എനിക്ക് ഒഴിവ് ദിവസങ്ങളെല്ലാം തിരക്കായിരിക്കും അല്ലേ? ഒഴിവ് ദിവസമില്ല, എന്നും പണിയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്നും പണിയാണ് വർക്ക്. കാരണം ഞാനൊരു
എൻ്റെ അക്കൗണ്ട്സ് കൺസൾട്ടൻസി ഉണ്ട്, അതിൻ്റെ വർക്ക് ഉണ്ട്. പ്ലസ് ഇപ്പോൾ കുറേ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഓടി എത്താൻ പറ്റാത്തതുകൊണ്ട് 2 ക്ലാസ്സേ ഉള്ളൂ. ഒന്ന് ഡോംബുല്ലി ഉണ്ട്, പിന്നെ ഒന്ന് പവായിലും ഉണ്ട്. ഇത് പരമ്പരാഗത രീതിയിൽ നിന്ന് ഇതിന് വല്ല മാറ്റങ്ങൾ വരുന്നിട്ടുണ്ടോ? ഞാൻ വരുത്തിയിട്ടില്ല. പലരും വരുത്തുന്നുണ്ട്, എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിപ്പില്ല. സത്യം പറയാം, പണ്ട് നമ്മളൊരു ഇന്റർവ്യൂല് ശിങ്കാരിമേളത്തെ കുറിച്ച് പറഞ്ഞതാണ്. അതിനോട് ശിങ്കാരിമേളം വളരെ പോപ്പുലർ ആണ്. ഇപ്പൊ അതിൽ കലല്ല. നമുക്കിപ്പോ എന്തും ചെയ്യാം. നമുക്കിപ്പോ ചണ്ടയ്ക്ക് പകരം ഓരോ സാധനം എടുത്തിട്ട് തുള്ളാൻ എല്ലാവർക്കും ആവാം. തുള്ളലല്ല കല. കല പഠിച്ച് കലയെ സ്നേഹിച്ച് അത് ചെയ്യുമ്പോഴാണ് അതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ പഠിപ്പിച്ച ഓരോ എണ്ണങ്ങൾ തന്നെയാണ് വിനയം പഠിപ്പിച്ചിട്ടുണ്ടാവുക. അത് മനസ്സിൽ കൊള്ളാം. ശിങ്കാരിമേളം ഞാൻ ഇപ്പൊ എന്നെ ഇപ്പൊ നാളെ തെറി വിളിക്കാൻ ആൾക്കാരുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു പോകണം. അതൊരു പോപ്പുലറായി. ഇന്നിപ്പോ ഞാൻ ഈ കൂട്ടത്തിൽ പറയട്ടെ, ആരും തെറ്റായിട്ട് കണക്കാക്കരുത്. ഞാൻ ബോംബെയിൽ പല ഫെസ്റ്റിവൽസും കാണാൻ പോകുന്നുണ്ട്, പലതിനും മേളം കൊട്ടാൻ പോകുന്നുണ്ട്. പക്ഷെ കഥകളിയെ വളരെ അരോചകമായിട്ട് കണ്ണി കണ്ട വേഷം കെട്ടി 6-7 കഥകളി വേഷങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു കഥകളി ആസ്വാദകനെ സംബന്ധിച്ച് ഒരിക്കലും മനസ്സിൽ എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തും ചെയ്യാം, എന്തും ആവാം എന്നുള്ള ഒരു തെറ്റാണത്. അനുജയുടെ ഹിന്ദിയിലേക്ക് അതിനെ പുനരാവിഷ്കരിക്കുകയുണ്ടായി അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ വിചാരിക്കാതെ ഉണ്ണിയേട്ടനാണ് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞ. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചല്ല, പക്ഷെ അതിൽ സംഗീതം മുഴുവൻ ഞാൻ കൊടുത്തു. അത് എനിക്കും കൂടി അറിയില്ല എങ്ങനെയൊക്കെയാണ് ആ രാഗങ്ങള്. അതൊക്കെ ഒരു ഭാഗ്യം. ലൈഫിലെ ഓരോരോ ഇനിയും ചെയ്യണമെന്നുണ്ട് പലതും. ചിലപ്പോൾ ഈ പുതിയ തലമുറയിലെ ആളാണ്. ഈ അനിൽജി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. ഈ ശിങ്കാരിമേളത്തിന്റെ ആസ്വാദനം എങ്ങനെയാണ്? അത് ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്കിപ്പോ ആശാൻ പറഞ്ഞ ഒരു സംസ്കാരമാണ് അത്. ഇപ്പൊ വാദ്യകല മാത്രമല്ല, ഒരു കലാകാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും, ഒരു കൊണ്ട് നടക്കുന്ന കലയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതും, അത് നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ അച്ചടക്കവും ഇതിലെല്ലാം അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ചില മേഖല നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് നല്ല ശാസ്ത്രീയപരമായിട്ടുള്ള മേളങ്ങളും തായമ്പകയും, അതിപ്പോ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഇഷ്ടമാണ്. ചിലത് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതേ ഒരു അഭിപ്രായമാണ്. മുംബൈയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും കേരളീയ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തുന്നതിൽ ഇത്തരം കലാകാരന്മാരുടെ പങ്ക് വളരെ വലുതാണ്.